കേരളത്തിലെ IAS ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഈ മതധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കുന്നത് കാണുന്നത്. എത്ര അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു മതധ്രുവീകരണം നടത്തിയിട്ട് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. അത് ഹിന്ദു മല്ലൂസ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക, അത് കഴിഞ്ഞ് മുസ്ലിങ്ങൾക്ക് വേണ്ടി വേറൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക. അങ്ങനെ കേരളത്തിലെ ഒരു IAS രംഗത്ത് ഉണ്ടാകുന്ന ഒരു മാറ്റം നമ്മൾ കൊടുത്ത അടുത്ത കാലത്തായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. IPS ഭാഗങ്ങളിലെല്ലാം ഈ പറഞ്ഞ ഒരു സംവിധാനം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഞാൻ നോക്കുന്നത് ഇത് രണ്ടായിട്ട് കാണേണ്ടതാണ്. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തോ എന്നുള്ളൊരു ആശങ്ക എനിക്ക് ഇതിൻ്റെ കാര്യത്തിലുണ്ട്. കാരണം കെ ഗോപാലകൃഷ്ണൻ ചെയ്തിരിക്കുന്ന അത്രയും അതിൻ്റെ 100% പോലും വലിയ കാര്യമല്ല ഈ പ്രശാന്ത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ തോന്നുന്നുണ്ടോ? കാരണം ഒരു മതധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഞാൻ ഉണ്ടാക്കിയതല്ല എന്ന് പറയുക, എന്നിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഫോൺ ഞാൻ തന്നെ കൊണ്ടുപോയി എന്ത് ചെയ്തു, ഇപ്പോൾ ഫോർമാറ്റ് ചെയ്തിട്ട് പോലീസിൽ പരാതി കൊടുക്കുക, എന്നിട്ട് അത് പോലീസിന് കൊടുക്കുക, എന്നിട്ട് അത് ഒരു IAS ഉദ്യോഗസ്ഥനല്ലേ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര ഗുരുതരമായ ആരോപണം കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് നോക്കൂ. അദ്ദേഹത്തെ സസ്പെൻഷൻ ചെയ്യേണ്ടത് നിർബന്ധമാണ് എന്നുള്ള കാര്യത്തിലാണ് എനിക്കൊരു സംശയമില്ല. ആ കാര്യത്തിൻ്റെ അകത്ത് പ്രശാന്തിൻ്റെ കാര്യത്തിലേക്ക് നോക്കൂ. പ്രശാന്തിൻ്റെ കാര്യത്തിൻ്റെ അകത്ത് ഉന്നതിയുടെ CEO ആയിരുന്ന സമയത്ത് ഫയൽ മുക്കി എന്ന് ഈ ജയതിലക് ഗൂഢാലോചന നടത്തി അതിന് റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കുന്നു, ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ലീവ് എടുത്തിട്ടില്ല, അത് മീറ്റിങ്ങുകൾ പങ്കെടുക്കുന്നില്ല, അത് ഒരു പത്രത്തിന് മാത്രം വരുന്നു, ആ പത്രം അത് പത്രവാർത്തയാക്കി മാറ്റുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് പുറത്തെത്തിക്കണ്ടേ? അത് കാരണം അദ്ദേഹത്തിൻ്റെ കരിയർ നശിപ്പിക്കുന്ന പോലെയാണ്. കാരണം അദ്ദേഹം മോശക്കാരനാണെന്നും ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുള്ളതെന്നും കേരളത്തിലെ ഒരു പത്രം ടെലികാസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആർട്ടിക്കിൾ എഴുതുകയാണ്. ആ ആർട്ടിക്കിളിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം അയാൾക്കുണ്ട്. കാരണം അദ്ദേഹം ഈ സമൂഹത്തിൽ മോശക്കാരനായിരിക്കുകയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ആ കാര്യത്തിൻ്റെ അകത്ത് ഒരു ചെറിയ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ള നിലയിലേക്ക് വന്നു എന്നുള്ളതിന് ഞാൻ വലിയ തെറ്റൊന്നും കാണുന്നില്ല. പക്ഷേ അതിനകത്ത് എന്താണ്, ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ സർവീസ് റൂൾ ചട്ടങ്ങളുടെ ലംഘനം നടന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ സസ്പെൻഷൻ ഉത്തരവ് വന്നിട്ടുള്ളത്. സർവീസ് ചട്ടങ്ങൾ നടന്നു ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെയോ ആണ് നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ സർവീസ് ചട്ടങ്ങൾ നിൽക്കും എന്നുള്ളതാണ്. അല്ലാതെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചു അല്ലെങ്കിൽ എഴുതി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഡിഫമേഷൻ പോകുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒന്നും ചെയ്യാനില്ല. അതിനേക്കാൾ വലിയൊരു കാര്യം എന്താണെന്നറിയോ, ഈ ചീഫ് സെക്രട്ടറി കൊടുത്ത റിപ്പോർട്ടിൽ ഈ പറഞ്ഞ ജയതിലകിന് പരാതിയില്ല. എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു, എനിക്ക് ഒരു മോശം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ജയതിലക് പരാതി കൊടുക്കുകയാണെങ്കിൽ രസമുണ്ട്. ജയതിലക് അങ്ങനെ പരാതി കൊടുത്തിട്ടില്ല. അത് ചീഫ് സെക്രട്ടറി തന്നെ അതിനകത്ത് ഒരു ജയതിലിന് പരാതി മോശം സംഭവിച്ചിട്ടുണ്ടാവും എന്ന് കരുതിയ റിപ്പോർട്ട് കൊടുത്ത് അദ്ദേഹം സസ്പെൻഷൻ മേടിച്ചു കൊടുക്കുന്ന സംവിധാനത്തിലേക്ക് മാറിയിട്ടുള്ളതാണ്. സർക്കാർ ഭരണത്തിൻ്റെ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും സർക്കാർ സംവിധാനത്തെ കളങ്കപ്പെടുത്തി, പ്രതിച്ഛായ കളങ്കപ്പെടുത്തി എന്നുള്ളത്. സർക്കാർ സംവിധാനത്തെ കളങ്കപ്പെടുത്തിയിട്ടില്ലല്ലോ. എവിടെ സർക്കാർ സംവിധാനത്തിൽ കളങ്കപ്പെടുത്തിയത്? അഡീഷണൽ ചീഫ് സെക്രട്ടറി അല്ലേ? അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണെന്ന് വെച്ചാൽ അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ ഇടുക്കി കളക്ടറായിരുന്ന ശ്രീരാം വെങ്കിട്ടരാമൻ ആക്സിഡന്റിൽ പോയി വണ്ടി ഇടിച്ചല്ലോ, അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വന്നില്ലേ? അതുകൊണ്ട് സർക്കാരിനെതിരെയുള്ള ആരോപണം ഞാനിപ്പോ ഈ ജയതിലക് വേറെ പരസ്യമായ ഒരു അലിഗേഷൻ സമൂഹ മാധ്യമത്തിലൂടെ നടത്തി അല്ല, അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ വലിയ തെറ്റല്ലേ ജയതിലക് ചെയ്തിട്ടുള്ളത്? ഫയൽ മുക്കാതെ ഫയൽ മുക്കി എന്ന് പറഞ്ഞ പരാതി കൊടുത്തിട്ടില്ല, ലെറ്റർ പരാതി കൊടുത്തില്ല. മാധ്യമങ്ങൾക്ക് കൊടുത്തല്ല, മാധ്യമങ്ങളല്ലേ ടെലികാസ്റ്റ്? അല്ലല്ല, മാധ്യമങ്ങൾ കൊടുത്തതിന് തെളിവില്ല. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാണ്. ഞാനതാണ് ചോദിക്കുന്നത്. ഒരു നടക്കാത്ത ഒരു കാര്യം നടന്നു എന്ന് പറഞ്ഞ ഒരാൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ഈ ഫയൽ മുക്കി എന്ന് പറഞ്ഞൊരു ആരോപണം ഉണ്ടല്ലോ, ഫയൽ മുക്കിയിട്ടില്ലല്ലോ ശരിക്കും. 2 മാസത്തെ വൈകലുണ്ടായിരുന്നു. അല്ല, ഫയൽ മുക്കിയിട്ടില്ല. ആ ഫയലിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ പാസ്വേഡ് കൊടുത്തിട്ടില്ല, ഇമെയിൽ ID പാസ്വേഡ് കൊടുത്തിട്ടില്ല. ഇതൊക്കെയാണ് ആരോപണം. അതിനകത്ത് ഫയൽ മുക്കി എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ റിപ്പോർട്ടിൽ അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് എടുത്ത് കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അകത്ത് ഫയൽ മുക്കി എന്ന് എഴുതിയിരിക്കുന്നത്. ആ ഫയൽ മുക്കി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫയൽ മുക്കിൽ നടന്നിട്ടുണ്ട്. അല്ല, അത് പ്രശാന്തിന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാമായിരുന്നു, അത് കൊടുക്കാതെ സമൂഹ മാധ്യമത്തിൽ. സാധാരണ ഞാൻ പറയാം, അദ്ദേഹത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം. നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നം, സമൂഹത്തിൽ ആദ്യം അവഹേളിക്കും. തെറ്റോ ചെയ്തിട്ടില്ലയോ എന്ന് ആദ്യമേ നോക്കില്ല. ഈ പ്രശാന്ത് ഇങ്ങനെ ഫയൽ മുക്കിയിട്ടില്ലോ നോക്കിയിട്ടില്ല. അത് ഈ മാധ്യമവും നോക്കിയിട്ടില്ല, ഈ പറഞ്ഞ ആരും നോക്കിയിട്ടില്ല, ഈ പറഞ്ഞ റിപ്പോർട്ട് കൊടുത്ത പ്രശാന്ത് ഈ പറഞ്ഞ ജയതിലക് നോക്കിയിട്ടില്ല. നോക്കാതെ തന്നെ അത് എന്ത് ചെയ്തിരിക്കുന്നു, അദ്ദേഹത്തെ സമൂഹ മധ്യത്തിൽ അവഹേളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വരുന്ന ഡാമേജിന് ആർക്കെതിരെയാണ് നമുക്ക് മാനനഷ്ടം കൊടുക്കുക? ഒരാൾക്കെതിരെ, രണ്ടാൾക്ക് കൊടുക്കുക. സമൂഹത്തിൻ്റെ മുന്നിൽ ഇത്രയും ക്രെഡിബിലിറ്റിയോട് കൂടിയിട്ട് വന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് ഈ പ്രശാന്തിനെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്നറിയോ, ഒരു ദീർഘവീക്ഷണമുള്ള ഉദ്യോഗസ്ഥനാണ്.
കുറച്ച് മുന്നിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകണം എന്ന ആഗ്രഹമുള്ള ഒരു ദീർഘവീക്ഷണമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, ചെറുപ്പക്കാരനാണ്. ഈ ജൂനിയർ എന്നൊന്നും ഞാൻ പറയില്ല, 10-16 വർഷത്തെ പിന്നെ സർവീസുള്ള ഒരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തിന് ജൂനിയർ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ അത്രയും ഇതിലുള്ള ഒരാളെ സമൂഹത്തിൽ മധ്യത്തിൽ അപമാനിച്ചതിന് ശേഷം അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഇതേ പ്രശ്നം എന്താണ്, ഈ പ്രശ്നം നടപടി എടുക്കുകയാണെങ്കിൽ ജയതിലകൻ എടുക്കണമായിരുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തത് ശരിയായിട്ടില്ല, അങ്ങനെയുണ്ട്. പക്ഷേ അതുകൊണ്ട് ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ കറക്റ്റാണ്. കാരണം ഇതിനകത്ത് പെടാൻ പോകുന്നത് ഗോപാലകൃഷ്ണനും ഈ പറഞ്ഞ ജയതിലകുമാണ്. പ്രശാന്തിനകത്ത് നടപടി സ്വീകരിച്ചെങ്കിൽ കൂടെ അത് കോടതിയിലേക്ക് പോയാൽ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനകത്തൊരു ബേസ്ലെസ് ആണ്. പക്ഷേ ഈ പറഞ്ഞ നമ്മുടെ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് നോർമലി ഒരു ശാസനയിൽ ഒതുക്കാവുന്ന കാര്യത്തെ അതിനപ്പുറത്തേക്ക് അതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ചെയ്യാത്തൊരു നമ്മുടെ അതാണ് ആ വാക്ക് കേട്ടോ. ഈ ബ്യൂറോക്രസിക്ക് ബേസിക്കലി ഒരു ഡെക്കോറം കീപ്പ് ചെയ്യാനുള്ള ആ ഡെക്കോറം കീപ്പ് ചെയ്യാതിരിക്കാനുള്ള യാതൊരു തരത്തിലുള്ള റൈറ്റും ആർക്കും അതിനകത്തില്ല. മാത്രമല്ല ഇപ്പൊ ഈ അങ്ങനെ ആളുകൾ തുടങ്ങിയാൽ അത് വളരെ അച്ചടക്കത്തോട്. ഇപ്പം സേനയുടെ ഒരു സ്വഭാവം എന്താ, സേനയ്ക്കകത്ത് ഇത്തരത്തിലുള്ള ഒരു കാര്യവും സേനയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. എന്തുകൊണ്ടാണ്? അത് സേന വളരെ അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെയധികം ലിമിറ്റഡ് ആണ് അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ബ്യൂറോക്രസി. ഇതിൻ്റെ അകത്തെ ഒരു കാര്യം ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഈ കേരളത്തിന് പിന്നോട്ടടിക്കുന്നതിൽ കേരളത്തിലെ IAS ഉദ്യോഗസ്ഥർക്ക് ഒരു പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഗവൺമെൻറ് ചിന്തിക്കുന്നതിൻ്റെ ഒപ്പം എത്തുന്നതിൻ്റെ ഒപ്പം പല ഉദ്യോഗസ്ഥന്മാർക്കും കേരളത്തിൽ IAS ഉദ്യോഗസ്ഥന്മാർക്കും കേരളത്തിൽ എത്താൻ പറ്റുന്നില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ചില ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലേക്ക് ഈ പറയുന്ന സംവിധാനങ്ങൾ മുഴുവൻ മാറുകയാണ്. അത് ചില ഉദ്യോഗസ്ഥന്മാരത് കൈയടക്കി ഇങ്ങനെ വെക്കും, അതിനകത്ത് ചെയ്യാൻ സമ്മതിക്കില്ല. ചെയ്താൽ അവന് ആരോപണമായി, അവൻ്റെ സർവീസ് പിന്നെ ബുക്കിലുള്ള മാർക്കായി, അങ്ങനെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് ഇവരെ ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പ്രശാന്ത് പറയുന്നത്, ഞാൻ വിസിൽ ബ്ലോവറായി ഒരു സംവിധാനം ഒരു സ്ഥലത്ത് ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അത് വിളിച്ചു പറയേണ്ട ഉത്തരവാദിത്തം അതിൻ്റെ ഒരു ഇതെനിക്ക് കിട്ടണമെന്ന് പറയാൻ കാരണം പ്രശാന്ത് പറയുന്നത് കൊണ്ടാണ്. പക്ഷെ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് ഈ ഇതൊന്നും വന്നിട്ടില്ലെങ്കിൽ ആരാന്ന് ഇതിന് മറുപടി പറയാം? നമ്മൾ ഈ പറഞ്ഞ പോലെ പിന്നെ ഈ എന്താണ് ഈ മതധ്രുവീകരണം നടത്തും അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണം നടത്താൻ വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്ന് പറയുന്ന സ്ഥലത്ത് അത് ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ചു പറയുമെന്ന് പേടിച്ചിട്ട് അദ്ദേഹത്തിന് മുൻപ് ആക്റ്റാക്കിയാണ്. മനസ്സിലായോ? ഈ പ്രശാന്തിനും ജയതിലകും ഗോപാലകൃഷ്ണനെയും എന്താണ് കണക്റ്റഡ് ആക്കുന്നത്? എന്താണ് ഈ ജയതിലകും ഗോപാലകൃഷ്ണൻ ചെയ്ത കാര്യം പ്രശാന്ത് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് പ്രശാന്തിനെ മുന്നിൽ കയറി അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിനൊരു റിയാക്ഷൻ വേണ്ടേ? അപ്പോൾ അതുകൊണ്ടാണ് അത് പറയുന്നത് ഇങ്ങനെ ഒരു മതധ്രുവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തതുപോലെ അതിൻ്റെ അത്ര ഗാഢത്തോടുകൂടി അതേ സെയിം ലൈനിൽ ഇപ്പറയും സസ്പെൻഡ് ചെയ്ത് ശൈലി നേരെയായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കണമായിരുന്നു. നിങ്ങളെങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഫയൽ കൊടുക്കാത്ത പ്രശ്നം ഉണ്ടായിരുന്നുണ്ടോ? ഇങ്ങനെ ചെയ്തിട്ടുള്ളത് പ്രശ്നങ്ങളല്ലേ എന്നൊരു ചോദിക്കാമായിരുന്നല്ലോ. അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ചോദിക്കാതെ തന്നെ ഇത് അപ്പോൾ ഞാൻ പറയുന്നത് ഇല്ലൻ നാവികൻ്റെ MD ആയിരുന്ന സമയത്ത് സർക്കാർ എത്ര പ്രതിരോധത്തിൽ പോയ കേസാണ്. ആ സമയത്ത് പോലും പ്രശാന്തിന് സസ്പെൻഷൻ വന്നിട്ടില്ല. ഇത് എത്രയോ ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടാണ് സസ്പെൻഷൻ വന്നിരിക്കുന്നത്. അപ്പം കോഴിക്കോട് കളക്ടറായിരുന്ന സമയത്ത് അരുൺ സാർ പറഞ്ഞതുപോലെ കോഴിക്കോട് കളക്ടറുടെ സമയത്ത് അവിടെ MK രാഘവനുമായിട്ട് ഒരു ശീതയുദ്ധം നടന്നെങ്കിൽ പോലും അവിടുത്തെ പേര് കേട്ട IAS ഉദ്യോഗസ്ഥരായിരുന്നു പ്രശാന്ത്. കാരണം അവിടെ എനിക്ക് സുലൈമാനിയൊക്കെ കൊണ്ടുവന്ന അദ്ദേഹമാണ്. പാഷനേറ്റ് കോഴിക്കോട് എന്ന് പറയുന്ന ഒരു മോഡൽ അദ്ദേഹം കൊണ്ടുവന്നു. സീറോ സ്റ്റാഫിംഗ് ആൻഡ് സീറോ ബഡ്ജറ്റിംഗ് ആയിരുന്നു അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഈ പ്രശാന്ത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി KTDCന്റെ MD ആയിരുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും നല്ല KTDC പെർഫോം ചെയ്ത സമയം KTDC MD ആയിരുന്ന സമയത്താണ്. ഉന്നതിയിലും നല്ല പെർഫോമൻസ് കെംകോയുടെ കാര്യത്തിൽ നല്ല പെർഫോമൻസ് ആണ്. അതുകൊണ്ട് ഉന്നതിയിലെ പെർഫോമൻസ് ജയലളിതയ്ക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണല്ലോ മാറ്റിയിട്ട് ഗോപാലകൃഷ്ണനെ കൊണ്ടത്. ഒന്നാമതൊരു പേപ്പർലെസ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സീറോ സ്റ്റാഫിംഗ് ആണ്. 1 കോടി രൂപ സർക്കാർ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടും 1 രൂപ പോലും റിലീസ് ചെയ്യാത്ത സമയത്തും ഉന്നതിയെ മികച്ച നിലയിൽ എത്തിച്ചു എന്നതാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു അംഗീകാരം. അത് രാധാകൃഷ്ണൻ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് രാധാകൃഷ്ണൻ തന്റെ വകുപ്പിൽ അദ്ദേഹത്തിന് തുടരാൻ അനുവദിച്ചത്. അല്ല, ഈ ഫയലിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ MP ആണല്ലോ ശ്രീ K രാധാകൃഷ്ണൻ ഇക്കാര്യത്തിൽ ഒരു വ്യക്തം അദ്ദേഹം തുറന്നു പറഞ്ഞാൽ മാത്രം മതി. പ്രശാന്ത് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ജയതിലകുമായി പ്രശ്നമുള്ളത് കൊണ്ട് ജയതിലകിന് കൊടുക്കാതെ ഈ കാര്യങ്ങളെല്ലാം മന്ത്രിയുടെ ഓഫീസിൽ മന്ത്രിക്ക് തന്നെ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ വിശദീകരിച്ച തീരാവുന്ന അല്ല ഇത് കൺഫ്യൂഷൻ അത് തന്നെ ഇദ്ദേഹം പക്ഷെ ആ വിഷയത്തിലല്ലല്ലോ ഇപ്പൊ ഈ അല്ല പറയുന്ന ആ ഫയൽ കിട്ടി ഡയറക്റ്റ് കൊടുക്കുക ചെയ്തത്. നമ്മളിപ്പോ സർക്കാരിന്റെ ആക്ട് എന്ന് പറയുന്നത് ഇദ്ദേഹം പബ്ലിക് പ്ലേസിൽ ഈ പറയുന്ന മോശപ്പെട്ട അല്ല അത് ഇടാനുള്ള റീസൺ എന്താണ് സർ? ഡെക്കോറം കീപ്പ് ചെയ്തില്ല എന്നുള്ളതാണ് അച്ചടക്കം. അല്ല അത് ഇടാനുള്ള റീസൺ എന്താണ്? ജയതിലക് എന്തിനാണ് ഒരു മാധ്യമത്തിന് ഇയാൾക്കെതിരെ കൊടുത്ത റിപ്പോർട്ട് ചോർത്തി കൊടുക്കുന്നത്? അതും തെറ്റല്ലേ? അതിനകത്തൊരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയ എല്ലാ റിപ്പോർട്ടും വരുമല്ലോ. ഈ മാതൃഭൂമി പത്രവും എൻ പ്രശാന്തും തമ്മിലൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? മാതൃഭൂമിയിലെ ഒരു വനിതാ ജേർണലിസ്റ്റിനെ ഓയാ എന്ന ഒരു ഫേസ്ബുക്ക് കമൻറ്റിലൂടെ അവഹേളിച്ചു എന്ന് പറഞ്ഞ് ഒരു പ്രചരണം ഉണ്ടായിരുന്നു. അതൊരു വ്യാജ വാർത്തയാണെന്നാണ് എൻ പ്രശാന്ത് പറയുന്നത്. അതിന് പിന്നെ ഇദ്ദേഹം ഒരു ഡിഫമേഷൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ മാതൃഭൂമി എഡിറ്റർ അടക്കം ഈ കോടതിയിൽ പോയി ഇരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്ന് തുടങ്ങിയ ഒരു വിരോധം ഈ എൻ പ്രശാന്തും മാതൃഭൂമിയും തമ്മിലുണ്ട്. ആ ഇടയ്ക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്താൽ സ്വാഭാവികമായും ജയതിലകനോട് ബന്ധപ്പെട്ടവരായിരിക്കുമല്ലോ ഈ റിപ്പോർട്ട് ചോർത്തി കൊടുക്കുക. അത് ചോർത്തി കൊടുത്തു, പത്രം അത് അടിച്ചു വെച്ചു. പക്ഷേ അവിടെ ഈ മന്ത്രി രാധാകൃഷ്ണനോടൊരു വാക്ക് ചോദിക്കാമായിരുന്നു. ഇങ്ങനെ പേപ്പർ മിസ്സിങ്, ഫയലുകൾ മിസ്സിങ് ആയിട്ടുണ്ടോ, മുക്കി വെച്ചു എന്നൊരു വാദം താങ്കൾക്കുണ്ടോ? അത് ചോദിക്കാതെ ആ വസ്തുത പരിശോധിക്കാതെ റിപ്പോർട്ട് കൊടുത്തു എന്നതാണ് പ്രശാന്തിൻ്റെ വാദം. പക്ഷേ പ്രശാന്ത് എന്താ ചെയ്തത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് തെറ്റായ രീതിയിലാണ് അത് പരാതി കൊടുത്തത്. പരാതി ഫേസ്ബുക്കിലല്ല ഇടേണ്ടിയിരുന്നത്. പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്ത് ചീഫ് സെക്രട്ടറിക്ക് കൊടുത്ത പ്രശ്നം പരിഹരിക്കണമായിരുന്നു. അല്ല അത് പ്രശാന്തിന് ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പ്രശാന്തിനൊപ്പം അല്ല സംവിധാനം അതാണ് കറക്റ്റ് കാര്യം. അദ്ദേഹം മുൻ പിന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലേന്റെ പേഴ്സണൽ സ്റ്റാഫായി നിന്ന ആളെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് സർക്കാരിന് ചെന്നിത്തലയുടെ പേരും പറയുന്നുണ്ട്. അതെ. അപ്പോൾ അതുകൊണ്ട് അത് ശരിയാണ്. പക്ഷേ നമ്മുടെ സിവിൽ സർവീസിനൊരു ഡെക്കോറമുണ്ട്. അടിസ്ഥാനമായിട്ട് ആ സ്വഭാവം അല്ല ഇത് പൊതുവേ പറഞ്ഞു ഒറ്റവാക്കിൽ പറഞ്ഞത് ശരിയായ നടപടിയല്ല. പക്ഷേ അങ്ങനെ പറയാം, വേറെ നിവൃത്തിയില്ല, എന്ത് ചെയ്യാൻ നിൽക്കുകയാണ്. അതായത് കള പറിക്കാൻ ഇറങ്ങിയ ആളിപ്പം കരയിലിരിപ്പുണ്ട് അല്ലേ? Meet the editors.